ഇപ്പോഴും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു നിശ്ചിത തീയതിക്ക് അതിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് 2 മണിക്കൂർ കഴിയുമ്പോൾ കേരളത്തിലെ 10,000-കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് അപ്പൊ തന്നെ 1000 ഉറുപ്പിക എത്തുന്ന സ്ഥിതി ഉണ്ടായി. 1000 ഉറുപ്പിക നിങ്ങൾക്ക് ആർക്കും കിട്ടിയോ? അക്കൗണ്ടിൽ 1000 ഉറുപ്പിക കിട്ടിയവർ കൈവന്നിച്ചാട്ടെ. പെണ്ണുങ്ങൾ കുറച്ചാളുണ്ട്. ഇവിടെ ഈ ഭാഗത്താരുമില്ലേ? ഒരാളാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ടാവില്ല. 31.39 ലക്ഷം ആളുകൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. ചെറുതൊന്നുമല്ല. 39.39 ലക്ഷം ആളുകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി 1000 ഉറുപ്പിക വീതം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരേണ്ട കാര്യമില്ല. ആ പദ്ധതി നടപ്പിലാക്കി 2ാമത്തെ മണിക്കൂറാവുമ്പോഴേക്ക് 1000-കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 1000 ഉറുപ്പിക വന്നില്ലേ? എന്നോട് തന്നെ ചില ആൾ പറഞ്ഞിട്ടുണ്ട്, മാഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, 1000 കിട്ടിയിട്ടില്ല. എന്താ? ഞങ്ങളെ കാർഡ് മാറ്റാണ്. കാർഡ് മാറിയത് കൊണ്ട് കിട്ടിയില്ല. ഇവിടെ ഇരിക്കുന്നവർക്കും അങ്ങനെയുണ്ട് പരാതി, ഇല്ലേ? അപ്പൊ പലരും എന്നോട് പറഞ്ഞു, നമുക്ക് ഈ കാർഡൊന്ന് മാറ്റണം. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ, വീണ്ടും അധികാരത്തിൽ വന്നാൽ, ഈ പറയുന്ന 31.39 ലക്ഷമല്ല, എല്ലാ സ്ത്രീകൾക്കും, മറ്റൊരു പെൻഷനും ലഭിക്കാത്ത മുഴുവൻ സ്ത്രീകൾക്കും ഈ ആനുകൂല്യങ്ങൾ ഞങ്ങൾ നൽകും. ഇനി ഒന്നും കൂടി പറയാ, അപ്പോഴാണ് കയ്യടി കുറച്ചും കൂടി കൂടുക. അതെന്താ? ഇപ്പൊ നമ്മൾ 1000 ഉറുപ്പികയാണ് കൊടുക്കുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങുമ്പോൾ എത്രയാ കൊടുത്തേ? 45. ആ 45 ഇപ്പോൾ എത്രയായി? 2000. ഇപ്പോഴും സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഫണ്ട് എത്രയാ? 1000. സ്വാഭാവികമായിട്ട് നമുക്കത് എന്ത് വേണം? 1000 മതിയോ? പോരാ. നല്ല ഉഷാറുണ്ട്. നമുക്കത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ വീട്ടമ്മമാരായ മുഴുവൻ ആളുകൾക്കും, പാവപ്പെട്ടവർ പ്രത്യേകിച്ച്, അവർക്കെല്ലാം ഈ ആനുകൂല്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ 1000 എന്നുള്ളത് ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്.